എത്ര എഴുതിയിട്ടും PSC കിട്ടാത്തവർ ചെയ്യുന്ന 4 അബദ്ധങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364 2025 ഈ ഒരു പോസ്റ്റിലെങ്കിലും ഈ അബദ്ധങ്ങളൊന്നും വരാതെ കണ്ട് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റിന്റെ കോച്ചിങ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് സീറ്റ് ഉറപ്പാക്കാം. ഓക്കെ, സോ സ്റ്റുഡൻസ് ചെയ്യുന്ന ആദ്യത്തെ അബദ്ധമായിട്ട് പറയാനുള്ളത്, PSC നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുട്ടികള് ആ പോസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് വല്ല റാങ്ക് ഫയൽ ഉണ്ടോ എന്നുള്ളത് തപ്പി നടക്കും. ഈ റാങ്ക് ഫയൽ ആരെങ്കിലും അച്ചടിച്ച് ഇറക്കുന്നുണ്ടെങ്കിൽ ആ റാങ്ക് ഫയൽ മേടിച്ചു വെക്കും. അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഭയങ്കര കോൺഫിഡൻസാ, പഠിക്കാനുള്ള സംഭവമൊക്കെ ആയി. പിന്നെ എവിടുന്നെങ്കിലൊക്കെ സമയം കിട്ടുകയോ അല്ലെങ്കിൽ വല്ല മോട്ടിവേഷൻ എവിടുന്നെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ബേസിൽ കുറച്ചൊക്കെ വായിക്കും, പോയി എക്സാം എഴുതും. മെജോറിറ്റി നെഗറ്റീവ് അടിച്ച് ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകും. ഇതാണ് മിക്ക കേസിലും നടക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റാങ്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗൈഡ് മാത്രമാണ്. ഇത് യൂണിവേഴ്സിറ്റി എക്സാം അല്ല. ഏതെങ്കിലും ഒരു ഗൈഡ് പഠിച്ച് അതിന്റെ ബേസിൽ പോയി എക്സാം എഴുതാൻ നിങ്ങള് ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അത്രത്തോളം കുട്ടികള് ഇതിനു വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവരുണ്ട്. കോമ്പറ്റീഷൻ അത്രത്തോളം കൂടുതലാണ്. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഗൈഡിന്റെ ബേസിൽ പോയി എക്സാം എഴുതി മെയിൻ ലിസ്റ്റിലോട്ട് കയറാം എന്ന് വിചാരിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ്. ജനറൽ PSCയുടെ കേസിലോ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലോ ഒക്കെ ഇത് നടന്നിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു റാങ്ക് ഫയലിന്റെ ബേസിൽ അത് പഠിച്ചു പോയി PSC എഴുതി കിട്ടുന്നത് ജനറൽ PSCയില്. ഇപ്പോൾ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ സോഴ്സസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മുമ്പിൽ ഒരുപാട് ഓഫ്ലൈൻ സ്ഥാപനങ്ങളുണ്ട്, ഓൺലൈൻ സ്ഥാപനങ്ങളുണ്ട് PSC കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് കട്ട് ഓഫും ഇത്രത്തോളം ഉയരുന്നത്. അപ്പോ ഈ ട്രഡീഷണൽ ലൈനില് നിങ്ങൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ ലിസ്റ്റില് കയറാത്തത്. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിലോട്ട് എത്താൻ സാധിക്കില്ല. എൻ്റെ അടുത്താണെങ്കിലും ജോയിൻ ചെയ്യാൻ വരുന്നവർ ഒരുപാട് പേര് ചോദിക്കും, PDF മാത്രമായിട്ട് നോട്ട്സ് മാത്രമായിട്ട് കിട്ടുമോ? ബട്ട് ഞാൻ കൊടുക്കാറില്ല. കാരണം ഞാൻ ഈ സിലബസ് ബേസ്ഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ PDF അല്ലെങ്കിൽ ആ നോട്ട്സ് വെറുതെ കുട്ടികൾക്ക് ക്ലാസ്സിൽ വായിച്ചു കൊടുക്കലല്ല ചെയ്യുന്നത്. ഞാനിപ്പോ ടാക്സിന് വേണ്ടിയിട്ട് ഒരു സിലബസ് ബേസ്ഡ് നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ റെഫർ ചെയ്തിട്ട് അതിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി പ്രോപ്പർ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പല പെർസ്പെക്റ്റീവിലും ചിന്തിച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ക്ലാസ്സില്. അത് കേൾക്കുമ്പോഴേ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ലാണ്ട് പഴയ സ്റ്റൈലാണ് ഈ റാങ്ക് ഫയൽ പഠനം. അത് വെച്ചിട്ട് മാത്രം എന്തെങ്കിലും പഠിച്ചു പോവാ, ആ ഒരു പരിപാടി ഇവിടെ നടക്കില്ല. കോമ്പറ്റീഷൻ കൂടി കുട്ടികളെ. അപ്പൊ നിങ്ങളിപ്പോഴും ഈ പഴയ സ്റ്റൈല് ഫോളോ ചെയ്യുമ്പോഴാണ് ഇത് നടക്കാത്തത്. അതല്ലെങ്കിൽ ഞാൻ 2 ഓപ്ഷൻസ് നിങ്ങളുടെ മുമ്പിൽ തരാം. നമ്പർ 1 എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ സബ്ജക്ട് നോളജ് ഉള്ള ഒരു കുട്ടിയായിരിക്കണം. അവരെന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസ് അത്യാവശ്യമുള്ളതൊക്കെ എടുത്തു വെച്ച് റെഫർ ചെയ്ത് ഈ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവാം. ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കും. അല്ലാത്തവര് നിർബന്ധമായും സബ്ജക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് സബ്ജക്ട് നോളജ് ഉണ്ടാവണം, അതല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലോട്ട് ഇറങ്ങണം. ഈ പ്രോപ്പറായിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ് കൊടുക്കുമ്പോൾ നോട്ട്സിന്റെ കൂടെ നിങ്ങൾക്ക് ക്ലാസ് കേട്ടാൽ മാത്രമേ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ചോദ്യങ്ങളല്ല ഇവിടെ വരുന്നത്. അപ്പൊ ഇതാണ്
ലിസ്റ്റിൽ കയറാത്തവര് ചെയ്യുന്ന അബദ്ധങ്ങളിൽ നമ്പർ 1, എവിടുന്നെങ്കിലും ഒരു റാങ്ക് ഫയൽ കിട്ടി ഗൈഡ് വെച്ച് പഠിച്ച് പോയി ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ലത്. എസ്പെഷ്യലി സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിന്റെ കേസാണ് ഞാൻ എടുത്തു പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ 2 ഓപ്ഷനിൽ ഏതാണ് നിങ്ങൾ സിലക്ട് ചെയ്യുന്നത് എങ്കിൽ അത് സിലക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ അബദ്ധമായിട്ട് പറയാനുള്ളത് റൈറ്റിംഗ് ഓൾ PSC എക്സാംസ്. നമുക്കിപ്പോൾ ഡിഗ്രി ആണ് അല്ലെങ്കിൽ PG ആണ് ക്വാളിഫിക്കേഷൻ ഉള്ളതെങ്കിൽ അതിന്റെ ബേസിൽ ജനറൽ PSC ഒരുപാട് വിളിക്കുന്നുണ്ടാവും, സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ളതും വിളിക്കുന്നുണ്ടാവും. അപ്പോ ഈ ഏതിന് എലിജിബിൾ ആണെന്ന് കണ്ടാലും അത് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്ത് പോയി എഴുതും. പ്രോപ്പറായിട്ട് പഠിക്കുന്ന ഒരു പരിപാടിയില്ല. ചിലപ്പോൾ ജനറൽ PSC ആയിരിക്കും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക, ആ സമയത്ത് ഇപ്പുറത്ത് വിളിക്കുന്നുണ്ടായിരിക്കും സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ളത്, അപ്പൊ അത് അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് പോകും. അല്ലെങ്കിൽ സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും വിളിച്ചാൽ അതിലോട്ട് പോകും. അങ്ങനെ എല്ലാതും പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലായിരിക്കും. വ്യക്തമായിട്ടുള്ള ഗോൾ വേണം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടി പോവാ, അത് ആ ഒരു ചിന്ത മാറ്റി ഇപ്പൊ എനിക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് പോകണം, സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള അതിലോട്ടാണ് പോകണ്ടേ എങ്കിൽ ആ സിലബസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക, ഡെപ്തില് സബ്ജക്ട് പഠിക്കുക. ജനറൽ PSC ആണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എയിം എന്താണെന്നുള്ളത് മുൻകൂട്ടി നിങ്ങളുടെ മനസ്സിലുണ്ടാവണം, അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങാം. ഓക്കെ, എന്നാൽ മാത്രമേ, അതാ പറഞ്ഞേ, നമ്മൾ കൊല്ലാനാണ് ഇറങ്ങുന്നത്, ആരെങ്കിലും കൊന്നിട്ട് കാര്യമുണ്ടോ? ഒരു വ്യക്തമായിട്ടുള്ള, അപ്പൊ പുലിക്ക് പായുന്ന സമയത്ത് ഒറ്റ പശുവിനെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ മൃഗത്തെ മാനിനെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് മാത്രം പോക, അതിനെ മാത്രം എയിം ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാണ്ട് കാണുന്നത് മൊത്തം ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പൊ കറക്റ്റ് ഒരു എയിം വേണം. അപ്പൊ നിങ്ങളാണെങ്കിലും ചെയ്യുന്ന ഒരു അബദ്ധമായിരിക്കും, കാണുന്നൊക്കെ അപ്ലൈ ചെയ്യാറില്ലേ, ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ അബദ്ധം. ഇനി മൂന്നാമത്തെ അബദ്ധമായിട്ട് പറയാനുള്ളത്, പലരും നന്നായിട്ട് പഠിക്കും, പ്രിപ്പയർ ചെയ്യും, ബട്ട് എക്സാം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് കൊളാക്കി വെക്കും എന്നുള്ളതാണ്. അതിന്റെ കാരണം ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണ്. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാത്തതിന്റെ ഒരു കുറവാണ്. എന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോഴേ നമുക്ക് PSC എഴുതി തുടങ്ങാം. അപ്പോ പലപ്പോഴും ഈ PSC എക്സാംസ് എഴുതിയിട്ടാണ് ഇതിന്റെ ഒരു പാറ്റേൺ പലരും മനസ്സിലാക്കുക. അപ്പൊ ഞാൻ ഉൾപ്പെടെ പഴയ കാലഘട്ടത്തില് 100 ചോദ്യങ്ങളുണ്ട്, 1.5 മണിക്കൂറുണ്ട്. അപ്പൊ ആദ്യമൊക്കെ പോകുമ്പോൾ നമുക്ക് അയ്യോ ടൈം കിട്ടിയില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കി അങ്ങനെ കുറെ എക്സാംസ് എഴുതിയിട്ടാണ് പിന്നെ ഇത് ഇങ്ങനെയാണല്ലേ എന്ന് മനസ്സിലാക്കി പിന്നെ ലിസ്റ്റിലൊക്കെ കയറുന്നത്. പിന്നെ എക്സാം ഒക്കെ 2-3 എഴുതുമ്പോഴാണ് ഇതിന്റെ ഒരു പാറ്റേൺ പിടികിട്ടി പിന്നെ കിട്ടുന്നത്. അങ്ങനെ സമയം കളയാൻ ഇപ്പൊ ഇല്ല. കാരണം ഒരു പ്രാവശ്യം PSC വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും വിളിക്കണമെങ്കിൽ 3-4 വർഷം കഴിയും. അപ്പൊ നിങ്ങളുടെ ഒരു ചാൻസ് ഒന്നും അങ്ങനെ കളയാനില്ല. ഇപ്പോ കോമ്പറ്റീഷൻ കൂടി. അപ്പോ കോമ്പറ്റീഷൻ കൂടിയപ്പോ ലിസ്റ്റിൽ കയറുന്ന കുട്ടികളെ എന്താ ചെയ്യുന്നത്? എക്സാമിന് മുമ്പ് മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യണം. 100 ചോദ്യങ്ങള് ഉള്ള ഒരു മോക്ക് ടെസ്റ്റ് 1.5 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്, അങ്ങനത്തെ പല ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, അങ്ങനെയുള്ള കുട്ടികളാണ് മെയിൻ ലിസ്റ്റിലോട്ട് കയറുന്നത്. ആദ്യം ഒക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ അന്നത്തേനെക്കാട്ടും കോമ്പറ്റീഷൻ ഇപ്പൊ കൂടി. മനസ്സിലായോ? അപ്പോ നിങ്ങൾ എത്രത്തോളം സ്റ്റുഡൻസ് ഈ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് PSC എക്സാം എഴുതാൻ പോകുന്നുണ്ട്? ഇല്ലാത്തവര് കമന്റ് ചെയ്യാം. ഇനി അവസാനത്തെ അബദ്ധമായിട്ട് പറയാനുള്ളത്, പലരും എക്സാമിന് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നിങ്ങള് പോകുന്നത്. നമുക്ക് ലിസ്റ്റിലോട്ട് കയറണം. ഇപ്പോ ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഇതിനേക്കാൾ മുമ്പുള്ള കട്ട് ഓഫ് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തതാണ്. 60-നും 70-നും ഇടയിലൊക്കെയാണ് വരുന്നത്. ഇതിനെക്കാട്ട് മുമ്പ് 66 ആയിരുന്നു. അപ്പോ നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു 75 ചോദ്യങ്ങള്, മാക്സിമം ഒരു 80 എണ്ണം അത്രേ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല അറിയുന്നത് മാത്രം കുത്തിപ്പോരാ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായി അത് സ്കിപ്പ് ചെയ്തിരിക്കണം. ഇപ്പൊ നന്നായി പഠിച്ചു പോയ ഒരു കുട്ടിക്ക് അറിയാൻ സാധിക്കും എക്സാം എത്രത്തോളം ടഫാണ്, അതല്ല എളുപ്പമാണെന്നുള്ളത്. അല്ലേ? പഠിക്കാത്തവർക്കാണത് അറിയാത്തത്. അപ്പോൾ നന്നായി നിങ്ങൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അറിയുന്നത് മാത്രം ചെയ്യുക. ടഫ്നെസ് കൂടുതലാണെങ്കിൽ കട്ട് ഓഫ് കുറയും. ഞാൻ കണ്ടിട്ടുണ്ട് പലരും
എക്സാമിന് ചെല്ലുന്നു, ലാസ്റ്റ് 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കഴിയാറായി എക്സാം. ഇതുവരെയായിട്ട് ചിലപ്പോൾ ഒരു 10-75 ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും വായിച്ചു നോക്കിയിട്ട്. ഇനി കുറച്ച് സമയം കൂടിയുള്ളോ. അപ്പൊ എന്തായാലും വന്നതല്ലേ വെച്ചിട്ട് ബാക്കി 20 അല്ലെങ്കിൽ 25 ചോദ്യങ്ങള് കറക്കി കുത്തി പോരും. അത്രത്തോളം നെഗറ്റീവ് വരും. അപ്പോ 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോരുന്നതല്ല നിങ്ങളുടെ എയിം. നമുക്ക് മെയിൻ ലിസ്റ്റിൽ കയറണമെങ്കിൽ അറിയുന്ന ചോദ്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ അബദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആരെങ്കിലും 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ കയറാനുള്ള സാധ്യത കുറവാ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന 100 ചോദ്യങ്ങളായിരിക്കണം. അത്രത്തോളം ഈസിയസ്റ്റ് ആയിട്ട് പേപ്പർ ഇടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 4 അബദ്ധങ്ങള് മെജോറിറ്റി ലിസ്റ്റിൽ കയറാത്തവർ ചെയ്യുന്ന കാര്യങ്ങള്. സോ ഇതൊക്കെയാണ് ലിസ്റ്റിൽ കയറാത്തവര് ചെയ്യുന്ന 4 അബദ്ധങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് അബദ്ധങ്ങളുണ്ട്, ഞാൻ വരും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാമിലെങ്കിലും ഈ അബദ്ധങ്ങളൊന്നും വരാതെ കണ്ട് നിങ്ങൾക്ക് മെയിൻ ലിസ്റ്റിൽ കയറാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇതിലേതെങ്കിലും അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.